ഒരു മിനിറ്റ് AI ടൂൾ ഉപയോഗിച്ച് ഞാൻ ചെയ്തതാണിത്. బోల్పూర్ బగమాల్ కాకుం వాట్సాప్ ఇది ఎక్కడ ఏర్పాటు చేయకుండానే చేయవచ్చు. ഓക്കെ, ഇതുപോലെ തന്നെ ഇതേ വീഡിയോ ഞാൻ ഹിന്ദിയിലേക്കും ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കേൾപ്പിച്ചു തരാം. इसे कहीं भी स्थापित किए बिना किया जा सकता है. कम सामान्य धारा. ഇതുപോലെ ഏത് ഭാഷയിലെ സിനിമകളായാലും യൂട്യൂബ് ഫേസ്ബുക്ക് വീഡിയോ ആയാലും അത് മലയാളത്തിലേക്കോ നിങ്ങൾക്ക് ഏത് ഭാഷയിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡബ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ആപ്ലിക്കേഷന് കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉണ്ട്, അത് ഞാൻ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് നിങ്ങൾക്ക് സിനിമകളും വീഡിയോകളും ഒക്കെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. അതിനായി ആദ്യം നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് പനിനി ട്രാൻസ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കാണാം. പനിനി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതൊരു AI ടൂളാണ്. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷനാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യേണ്ട വേറെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് നിങ്ങൾ ചെയ്യുക. ഞാൻ ഗൂഗിൾ വെച്ചിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജെൻഡർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കേണ്ടതാണ്. ഈ കോളമൊക്കെ ഒന്ന് പൂരിപ്പിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് പൂരിപ്പിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് വെറും 30 മിനിറ്റ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ആപ്ലിക്കേഷനകത്ത് നിന്ന് ഡബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതും 2 വീഡിയോ എന്ന ലിമിറ്റേഷനും ഉണ്ട്. ഇതിനെ തരണം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഇമെയിൽ ID ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് വഴിയൊക്കെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലെ ടെമ്പററി മെയിൽ ID ഉപയോഗിച്ചിട്ടും നമുക്ക് പുതിയ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പോരായ്മകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% ഒന്നും ഡബ് ചെയ്ത് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ല, ജസ്റ്റ് വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സിനിമയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇമോഷൻസ് ഒന്നും നമുക്ക് ഓഡിയോയിൽ കിട്ടില്ല. ജസ്റ്റ് നമുക്ക് മനസ്സിലാകാത്ത യൂട്യൂബ് വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോ, അതേപോലെ തന്നെ സിനിമയിലെ ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ കറക്റ്റ് നമുക്ക് വോയിസ് മനസ്സിലാവും. അതുപോലെ തന്നെ സബ് ടൈറ്റിൽ വേണമെങ്കിൽ നമുക്ക് സബ് ടൈറ്റിലൊക്കെ ഈ ആപ്ലിക്കേഷനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾക്കിവിടെ ഒരു പ്ലേ ബട്ടൺ കാണാം. ആ പ്ലേ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. നമുക്കിതുപോലെ ഇതൊന്ന് ട്യൂട്ടോറിയൽ കാണിച്ചു തരും. നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഒരു മിനിറ്റ്. അത് എല്ലാ ഓപ്ഷനും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഓണാക്കി തരും. ഓക്കെ, ആദ്യം മുകളിൽ സെലക്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് അത് സെലക്ട് ചെയ്യാം. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഡയറക്റ്റ് ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാ സൈറ്റിൽ നിന്നും ഡയറക്റ്റ് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഗാലറിയിലെ വീഡിയോ ആണ് ഡബ് ചെയ്യുന്നത്. ജസ്റ്റ് ഗാലറി സെലക്ട് ചെയ്യുന്നു. ഇനിയിവിടെ ടാപ്പ് സെലക്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി പെർമിഷൻ ചോദിക്കും, അത് അലോ കൊടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഡബ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്യുക. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലാംഗ്വേജ് ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെ ഓട്ടോ ഡിറ്റക്റ്റ് എന്ന് കാണാം. ഇനി അഥവാ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിലോ എന്നുള്ള നിങ്ങൾക്ക് ഒരു വിശ്വാസക്കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഓട്ടോ ഡിറ്റക്റ്റ് എന്നുള്ള ബട്ടൺ ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് വീഡിയോയുടെ ലാംഗ്വേജ് ആണ് പറയുന്നത്. വീഡിയോയുടെ ലാംഗ്വേജ് ഇവിടെ നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് മലയാളം വീഡിയോ ആണെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. ഏറ്റവും ബെറ്റർ ഇത് ഓട്ടോ ഡിറ്റക്റ്റിൽ തന്നെ കൊടുക്കുന്നതാണ്. ഇനി ഏത് ലാംഗ്വേജിലേക്കാണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഭാഷകളും കാണാം. അതിൽ നമ്മുടെ മലയാളവും ഉണ്ട്. ഇതാ മലയാളമുണ്ട്. പക്ഷേ എൻ്റെ മലയാളം വീഡിയോ ആണ്. നിങ്ങൾക്ക് മറ്റുള്ള ഭാഷയിലുള്ള വീഡിയോ ആണ് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് ലാംഗ്വേജ് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഹിന്ദി സെലക്ട് ചെയ്യാം, കാരണം എൻ്റെ മലയാളം വീഡിയോ ആണല്ലോ. ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് മെയിൽ വോയിസ് വേണോ ഫീമെയിൽ വോയിസ് വേണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വോയിസ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണിക്കും, യെസ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ഇത് സമയമെടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഏകദേശം 1-2 മിനിറ്റ് കൊണ്ടൊക്കെ ചെറിയ വീഡിയോ കൺവേർട്ടായി കിട്ടുന്നതാണ്. വലിയ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് സമയമെടുക്കുന്നതാണ്. ഇവിടെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 കാണാം. ഇതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ പേജ് ലഭിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അവസാനത്തെ സ്റ്റെപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ പേജിലേക്ക് പോകും. ഇത് 5 സക്സസ്ഫുൾ ആയിട്ടുണ്ട്.
ഓക്കെ, ഇപ്പോൾ എൻ്റെ വീഡിയോ കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്കിവിടെ ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഡൗൺലോഡിങ് മാത്രമേ ഫ്രീ ആയിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കുക. പക്ഷേ ഞാൻ അതിന് ശേഷവും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തെങ്കിലും ബഗ്ഗായിരിക്കും ഇവരുടേത്. അങ്ങനെ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഷ, ഇപ്പോൾ നിങ്ങൾ ഒരു ഭാഷയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഷ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി സബ് ടൈറ്റിൽ വേണമെങ്കിൽ യെസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സിനിമയൊക്കെയാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി വേണമെങ്കിൽ യെസ് കൊടുക്കുക. താഴത്തെ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ, അതായത് അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനൽ ഓഡിയോ ചെറുതായിട്ട് കേൾക്കും. ഓക്കെ, ഒറിജിനൽ ഡബ്ബിങ് ചെറുതായിട്ട് കേൾക്കും. അത് കേൾക്കണ്ടെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, ഒറിജിനൽ ഓഡിയോ വേണ്ട, ഈ പുതിയ ഓഡിയോ മാത്രം മതിയെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനി നിങ്ങളിവിടെ താഴെ വാട്ടർമാർക്കിൻ്റെ അടുത്ത് സെലക്ട് ചെയ്യണം. എന്നിട്ട് വേണം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ പ്രീമിയം വെർഷൻ വേണം. ആദ്യമൊക്കെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും പ്രീമിയം തന്നെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. ഇനി പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് സക്സസ്ഫുള്ളായ ഒരാൾ പോലും വന്നിട്ട് എനിക്ക് സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഞാൻ തന്നെ മടുത്തിട്ട് പ്രീമിയം നിർത്തിയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീ തരുന്നത്. അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഒക്കെ പ്രീമിയം തന്നെ ഞാൻ പരിചയപ്പെടുത്തുമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. വാട്ടർമാർക്ക് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി ജസ്റ്റ് നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്പനേരം കാത്തിരുന്നാൽ നിങ്ങൾക്കിങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു നോട്ടിഫിക്കേഷൻ വന്ന് നിന്നിട്ടുണ്ടാവും. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുകയുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കാത്തിരിക്കുക. വലിയ വീഡിയോ ആണെങ്കിൽ കുറച്ചധികം സമയമെടുക്കും. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അത് ആ വീഡിയോ, അതായത് നമ്മൾ ഓഡിയോ ഡബ് ചെയ്ത വീഡിയോ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നില്ല, ഒരുപാട് സമയമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് ചെയ്ത വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരും. അതുവരേക്കും goodbye.